ലണ്ടനിൽ മലയാളി പെൺകുട്ടിക്ക് വെടിയേറ്റു. ഗോതുരത്ത് സ്വദേശി ലിസ മരിയയ്ക്കാണ് വെടിയേറ്റത്. കുടുംബത്തോടൊപ്പം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ആക്രമണം ഉണ്ടായത്. ശ്യാംപ്രസാദ് ഉത്തമൻ നൽകും വിവരങ്ങൾ. ശ്യാം, എത്ര നാളായി വിദേശത്ത് ഉണ്ടായിരുന്നു? എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് നാട്ടിലേക്ക് വിവരം ലഭിക്കുന്നത്? പ്രതീക്ഷ, ഗോതുരുത്ത് സ്വദേശികളാണ് ഇവർ. കഴിഞ്ഞ 2 വർഷമായിട്ടാണ് ഇവർ ലണ്ടനിൽ ഉള്ളത്. ലണ്ടനിൽ IT ജീവനക്കാരാണ് ഈ ലിസൈൽ മരിയയുടെ അച്ഛനും അമ്മയും. ലിസൈൽ മരിയയ്ക്ക് 10 വയസ്സാണ് ഉള്ളത്. ഇവർ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കുട്ടിക്ക് വിശപ്പ് വന്നപ്പോൾ തൊട്ടടുത്ത ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ കയറിയതാണ്. ആ ഘട്ടത്തിലാണ് ഈ കുട്ടി ഇരുന്നത് ഈ ഹോട്ടലിൻ്റെ വിൻഡോ സൈഡിലായിരുന്നു. ആ ഘട്ടത്തിൽ പുറത്ത് നിന്ന് കുറച്ച് ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവർക്ക് നേരെ ഉതിർത്ത വെടിയാണ് ഈ ലിസൈൽ മരിയയ്ക്ക് ഏറ്റത്. ലിസൈൽ മരിയയുടെ വലത് ചെവിയോട് ചേർന്ന് തലഭാഗത്താണ് നിലവിൽ വെടിയേറ്റിട്ടുള്ളത്. ഉടൻ തന്നെ അടുത്ത ആശുപത്രിയിലെത്തിക്കുകയും നിലവിലിപ്പോൾ ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കുട്ടിയുടെ തലയിൽ നിന്ന് ബുള്ളറ്റ് എടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതായത് നീര് ഉണ്ട്. അതുകൊണ്ട് തന്നെ നീര് പൂർണ്ണമായി മാറിയതിനാൽ ശേഷമേ ഇനി അടുത്ത സർജറി നടത്താൻ കഴിയുകയുള്ളൂ. കുട്ടിയെ ഇപ്പോൾ വെന്റിലേറ്ററിൽ തന്നെയാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഈ ലിസൈൽ മരിയെ കൂടാതെ മറ്റ് 2-3 പേർക്ക് കൂടി വെടിയേറ്റിട്ടുണ്ട്. പക്ഷേ അവർക്കേറ്റ ഇത് അത്ര കൂടുതൽ ഗൗരവമുള്ളതല്ല. പക്ഷേ ലിസൈൽ മരിയയുടെ തലയോട് ചേർന്നാണ് ഈ വെടിയേറ്റത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ വെന്റിലേറ്ററിൽ തുടരുകയാണ്. കഴിഞ്ഞ 2 വർഷം മാത്രമായിട്ടുള്ളൂ ഗോതുരുത്ത് സ്വദേശികളായിട്ടുള്ള ഇവർ ലണ്ടനിൽ താമസമായിട്ടുള്ളത്. ബർമിംഗ്ഹാമിലാണ് ഇവർ താമസിക്കുന്നത്. അവിടെ നിന്നാണ് ഇവർ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. പക്ഷേ ഈ അക്രമി ആരെന്നോ ഈ അജ്ഞാതൻ ആര് എന്നോ ഇതുവരെയായിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് അത് സംബന്ധിച്ച് അന്വേഷണം തുടരുന്നുമുണ്ട്.